ഞാൻ ഒരുപാട് കാര്യങ്ങൾ മാമിൻ്റെ ഒരു പല ഇൻ്റർവ്യൂകളിൽ ഞാൻ വായിച്ചതിനകത്തൊക്കെ മനസ്സിലാക്കി തന്നെ ആകാശവാണിയിൽ ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആകാശവാണിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല രീതിയിലുള്ള തൊഴിൽ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ റിട്ടയർമെൻറ്റിന് ശേഷം എന്തെങ്കിലുമൊക്കെ പറയാൻ? എനിക്ക് പറയുന്നതിനൊന്നും ഒരു പേടിയില്ല. കാര്യം ഞാൻ അതീവ സംഘർഷത്തിലൂടെ കടന്നുപോയി. സത്യത്തിൽ എൻ്റെ ജോലി പോലും എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ വയ്യാത്ത, ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലിയാണെങ്കിൽ പോലും അത് എൻജോയ് ചെയ്യാൻ വയ്യാത്ത സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഇന്ന് ഒരുപക്ഷെ ആളുകൾക്ക് പറഞ്ഞാൽ അത് ഏത് വിധത്തിൽ ഏക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയട്ടെ, ജാതി ഒരു വലിയ ഘടകമായിരുന്നു ആകാശവാണിക്കകത്ത്. അതൊക്കെ പറഞ്ഞാൽ ശരിക്കും പുച്ഛം തോന്നണം ആളുകൾക്ക്. അതേപോലെയാണ്, ഞാൻ പഠിച്ചിട്ടേ ഇല്ലായിരുന്നു എൻ്റെ ജാതി എന്തുവാണെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാണ് ജാതിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണില്ലേ എന്ന്. ഇപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ചില സ്ഫുരണങ്ങൾ തലപൊക്കി വരുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. അന്ന് എനിക്ക് മോശമെന്ന് തോന്നിയ ഏറ്റവും വലിയ കാര്യം, ഞാൻ ആ സ്കൂളിൽ ചെല്ലുമ്പോഴോ ഒക്കെ ജാതി എന്താണെന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് കണ്ണുരുട്ടി നിൽക്കുന്നതുകൊണ്ട് എന്നെ പഠിപ്പിച്ചത് കന്യാസ്ത്രീമാരാ. ഇരുന്നോ, പറയണ്ട, അവർക്കറിയാം വീട്ടിൽ നമ്മൾ ജാതി പഠിക്കുന്നില്ല എന്ന്. എല്ലാവരെയും ഒരു മനുഷ്യരായി മാത്രം കാണാൻ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജോലി ചെയ്യുന്ന മനുഷ്യർ, ജോലി ചെയ്യാത്ത മനുഷ്യർ, അലസരായിട്ടുള്ള മനുഷ്യർ, ഇങ്ങനെ പലതും ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജാതി പഠിച്ചിട്ടില്ലായിരുന്നു. അതിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കേണ്ട ഗതികേടുണ്ടായി. പിന്നെ അതിന് ശേഷം പലതും വളരെ മോശമായിട്ടുള്ള, അതായത് സ്ത്രീകളോടുള്ള സമീപനത്തിലുണ്ടാകുന്ന, അത് തകർന്നു പോകുന്ന വിധത്തിലാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് പലരും ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും മിണ്ടിയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നിയില്ല അബ്യൂസ്, അത് മിണ്ടാതിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ വളരെ സാമൂഹികമായി പ്രതിബദ്ധതയുള്ളവരും സാംസ്കാരിക നായികമാരും എന്ന് കരുതുന്നവർ ഇതിന് കൂട്ടുനിൽക്കുന്നതായിരുന്നു എനിക്ക് ഏറ്റവും അപഹാസ്യം. ഈ പടമൊക്കെ എനിക്ക് അവരുടെ ഒന്നും പേര് പോലും പറയാൻ മടിയില്ല. പക്ഷേ നിങ്ങളുടെ ചാനലിൽ ചിലപ്പോൾ പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. അത്തരം ആളുകൾ അത് കേൾക്കുന്നവർക്ക് ഇപ്പൊ മനസ്സിലാവുമല്ലോ. എന്തായാലും ഇത് അവർ കേൾക്കുവാണെങ്കിൽ അവർക്ക് അത് മനസ്സിലാകണം. അത്രയ്ക്ക് മോശമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ മാറിയ കാലഘട്ടത്തിലും അത് ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ടുള്ള, അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളും ഈ മോശമായിട്ടുള്ള ആളുകളെ എരികേറ്റുന്ന ആളുകളും. അതുകൊണ്ട് കരിയറിൽ എന്തെങ്കിലും താഴോട്ട് പോക്കോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടാകാനായിട്ട് ആകാശവാണി അനുവദിക്കത്തില്ല. നമ്മളെ കുറിച്ച് അന്വേഷിക്കും. ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം കഠിനമായിരുന്നു പീഡനം എന്ന് നിങ്ങൾ. അതായത് ഈ നമ്മൾ കേട്ട ശബ്ദത്തിന്റെ ആ മധുര മനോഹര ശബ്ദത്തിന്റെ ഉടമ ഒരുപാട് കഷ്ടതകൾ സഹിച്ചു തന്നെയാണ്. ഒത്തിരി കഷ്ടതകൾ. ഒരുപക്ഷെ കുറച്ചുകൂടി എനിക്ക് പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല ഒരു പെർഫോമൻസ്, അതാണ് നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ആ ഒരു സപ്പോർട്ട്, അത് അവിടെ നിന്ന് കിട്ടിയില്ല. ഒട്ടും കിട്ടിയില്ലെന്ന് മാത്രമല്ല, എൻ്റെ വ്യക്തി ജീവിതത്തിൽ വരെ ഞാൻ പറഞ്ഞ ആ സ്ത്രീ കടന്നു വന്ന് വളരെ പ്രശ്നം ഉണ്ടാക്കി. വളരെ മോശമായിട്ടുള്ള, നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്, അയാൾ നിങ്ങളുടെ ഭർത്താവല്ലല്ലോ എന്ന് പറയുന്ന വിധത്തിൽ ആ സ്ത്രീ മോശമായിട്ട് പെരുമാറി. അതായത് സദാചാരം ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര സദാചാരം. എന്റെ ഭർത്താവിന്റെ കാര്യം തന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും. എന്ന് വെച്ചാൽ അവരെല്ലാരും കൂടെ ഇദ്ദേഹത്തിന് ഒരു സ്ത്രീയെ സംഘടിപ്പിച്ചു കൊടുത്തു, എന്നാലും എന്നെ ഉപദ്രവിക്കണം എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ. ഈ പുരുഷന്മാരോട് പോലും തോന്നാത്ത ദേഷ്യം ആ സ്ത്രീയോടാണ്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീയാണ് അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ. കരിയറും പേഴ്സണൽ ലൈഫും കൂടെ ഈ ഒരു 40 വർഷം, അതായത് അന്നത്തെ കാലത്ത് എന്ന് പറയുന്ന സ്ത്രീകളെ കൂടുതലും വീട്ടകങ്ങളിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകളായിരുന്നു മാം ജോലി ചെയ്ത ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. കരിയറും ഈ ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെയാണ് മിക്സ് ചെയ്ത് കൊണ്ടുപോയത്? എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കരിയറും പേഴ്സണൽ ലൈഫും ഇത് തമ്മിൽ എപ്പോഴും ക്ലാഷായിരുന്നു. വീട്ടിൽ ചെന്നാലും സംഘർഷം, ഓഫീസിൽ വന്നാൽ അതിനേക്കാൾ സംഘർഷം. ഈ നമ്മളെ പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളോടൊപ്പം നമ്മുടെ വീട്ടിലുള്ളവരും കൂടെ നിന്നാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അതാണ് അനുഭവിച്ചത്. പക്ഷേ ഇതിനെല്ലാം അതിജീവിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതെങ്ങനെ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരുപക്ഷെ എൻ്റെ ജോലിയുടെ കൊണ്ടാണ്. അതായത് പിന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവർ സഹായിച്ചാലും ഓഫീസിനകത്തുള്ളവർ സഹായിച്ചാലും എല്ലാം അവരുമായിട്ട് നമുക്ക് അവിഹിതമാണെന്ന് പറയുന്ന ഒരവസ്ഥ എനിക്ക് നേരിടേണ്ടി. അയ്യോ, ഇല്ലാത്ത ഒന്നുമില്ല. ഭയങ്കര
കൊടിയ പീഡനമാണ് അനുഭവിച്ചത്. സത്യത്തിൽ പീഡന പർവം എന്നും പറഞ്ഞ ഒരു പുസ്തകം എഴുതാം. അപ്പൊ ബി കെയർഫുൾ. അങ്ങനെ ഒരു പുസ്തകം ചിലപ്പോൾ വന്നേക്കും. അങ്ങനെ ഒരു പുസ്തകം എഴുതാം. അത് കൂടാതെ നമ്മളെ സഹായിക്കുകയും സത്യത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ചെന്നാൽ ഇരുന്ന് പഠിപ്പിച്ചു തരികയും ചെയ്യുന്ന എത്രയോ പേര് അവിടെ ഉണ്ടായിരുന്നു, നല്ല ഗുരുക്കന്മാര്. അവരോടെല്ലാം എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയാണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, എൽ പ്രതാപവർമ്മ, പത്മരാജൻ, ശാരദാമണി എന്ന് പറഞ്ഞാൽ പറവൂർ TK എന്ന് പറയുന്ന തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുടെ അനന്തരവൾ ആയിരുന്നു നമ്മുടെ ജി വേണുഗോപാലിന്റെ വല്യമ്മ. അദ്ദേഹം ഇല്ലായിരുന്നു വേണുഗോപാൽ ആകാശവാണി. ആരൊക്കെയാണ് ഈ ഫേമസ് ആൾക്കാർ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവര്? കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവരുടെ എല്ലാം ലിസ്റ്റ് തരികയാണെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ